എന്നുള്ള പരിപാടി ഇട്ട് ആരാണ് ഇഷ്ടപ്പെട്ട ലീഡർ ചോക്കി. മുഖ്യമന്ത്രിയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് എന്തോ ആഗ്രഹിക്കാമല്ലോ. റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾ 3 പേര് അവിടെ ഒരുമിച്ചിരിക്കുകയാണ്, എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. ഇൻവിസിബിൾ ആയിട്ട് പോകാൻ പറ്റിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത റാപ്പിഡ് ഫയർ ഒക്കെ ഞാൻ വന്ന് നോക്കിയാൽ 10 കൊല്ലം മുന്നാണെങ്കിൽ ഒരു KSUവിൻ്റെ വനിതാ വൈസ് പ്രസിഡന്റിനെ ഇതുപോലെ ഒരു ചാനലിൽ വിളിച്ചിങ്ങനെ ഇരുത്തോ? ഇല്ല. UDF ആണെങ്കിൽ സെറ്റായിരിക്കും. UDF ആവൂലോ ആണെങ്കിൽ എന്നൊരു ചോദ്യമില്ല. അത് തന്നെ. എൻ്റെ ഇൻകം സോഴ്സ് എന്താണ്? വേറെ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തോ ഉണ്ട്? കള്ളക്കട വ്യക്തിപരമായിട്ട് അങ്ങനെ ബന്ധമുള്ള ലീഡേഴ്സ് ഉണ്ടോ ഓപ്പോസിഷനിൽ? എങ്ങനെയെങ്കിലും ഒരു പേര് കിട്ടാനാണ് ശ്രമിക്കണേന്ന് എനിക്ക് മനസ്സിലായി. സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ 1 ആണോ? നമ്പർ 1 ആണോ? ഇവർ മോശം, ഇവർ പൊട്ടയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്ത് ശരിയല്ല എന്ന് മാത്രമല്ല UDF പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് മെയിൻ ലീഡർഷിപ്പിന് RSS അജണ്ടകളുമായിട്ടുള്ള ഈ ദുരൂഹത, ഈ രഹസ്യബന്ധം കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ BJPക്ക് ഒരു സ്പേസ് ഉണ്ടാവില്ല. ഡിപ്ലോമാറ്റിക് റിപ്ലൈ. ഡിപ്ലോമാറ്റിക് എനിക്കിഷ്ടമായി ആ റിപ്ലൈ. ഒരാൾക്ക് ഇഷ്ടമായി. ആൻഡ് പൊളിറ്റിക്കൽ ഒരു ലൈഫിലേക്ക് ആൻഡ് പൊളിറ്റിക്കൽ കരിയർ എങ്ങനെയാണ് KSUവിലേക്ക് എത്തുന്നത്? തുടക്കം മുതലേ, അതായത് ഫാമിലി അങ്ങനെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫാമിലി ആണോ? പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുള്ള വീടല്ല, രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു വീടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള പാരൻസാണ്. ഇപ്പോൾ എല്ലാവരും പാർട്ടിക്കാരല്ലായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു. കാരണം വേറെ രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റായിരുന്നു. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടൊരു കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളായിട്ട് പോലും ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വീട്ടിലെപ്പോഴും ഒന്നില്ലെങ്കിൽ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ ഷാലോം, എപ്പോഴും അതാണ് മാറി മാറി വെക്കുള്ളായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും അത്ര മൈൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടെ ചെറുപ്പം മുതൽ അവിടെ വരുന്ന ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെറുതും വലുതുമായുള്ള ഇലക്ഷനൊക്കെ വീട്ടുകാരുടെ കൂടെയൊക്കെ നമ്മൾ പോകും, അതിൻ്റെ വർക്കിനൊക്കെ പോകും. പക്ഷെ അതങ്ങനെ ഭയങ്കര മനസ്സറിഞ്ഞിട്ട് അങ്ങനെ പോകുന്നല്ലോ, ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിരുന്നതാണ്. പക്ഷെ ആലുവ UC കോളേജിൽ ഡിഗ്രി പഠിക്കാനായിട്ട് BA ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും അവിടെ KSU അന്ന് 2 വർഷമായിട്ട് വളരെ വീക്കായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ABVPയും SFIയും എല്ലാം ക്യാമ്പയിനിങ് നടക്കുമ്പോൾ അന്ന് KSUക്കാർ വന്നില്ലായിരുന്നു. അവിടുത്തെ ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാ ക്ലാസ്സിലെ എല്ലാവരും ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ ഇതിന് പോകുമ്പോഴും ഞാൻ KSUക്കാരി ആവണം. അത് ഇങ്ങനെ അതിന് വേണ്ടി ഫ്രണ്ടിൽ നിന്ന് നയിക്കാനല്ല, എന്താണ് അതെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു വരി പോവുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ 1-2 വട്ടം നിൽക്കണം. ഒരു സമരം പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറകിലെ ആളായിട്ടൊന്ന് 2 വട്ടം നിന്ന് ആ പൊളിറ്റിക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ക്ലാസ്സിലിരുന്ന് ആഗ്രഹിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രതിപക്ഷമായി തുടങ്ങേണ്ടി വന്നു കോളേജിൽ നിന്ന്. പിന്നീട് യൂണിയൻ കിട്ടി, ആക്റ്റീവായി. കോളേജിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതാണായിരുന്നു? ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പറഞ്ഞാൽ ഒരു 5-6 കുട്ടികളാണ് പിന്നീട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സെക്കൻഡ് ഇയർ ഞങ്ങൾക്ക് യൂണിയൻ ലഭിക്കുന്നതും. എറണാകുളം ആലുവ ആയതുകൊണ്ട് പിന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലൊക്കെ അവസരം ലഭിച്ച് പിന്നീട് PGക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, MG യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പറായി. അങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ എത്താൻ പറ്റിയത്. ക്യാമ്പസ് പ്രൊഡക്റ്റാണ് ശരിക്കും. ക്യാമ്പസിൽ വന്നതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരിയായത്. അല്ലെങ്കിൽ പൊളിറ്റിക്സിനോ ദൂരെ നിന്ന് വീക്ഷിക്കാൻ മാത്രം ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഒരു പക്വതയോടെ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴും ഭയങ്കര ഗാംഭീര്യത്തോടെ പക്വതയോടെ സംസാരിക്കുന്ന ഒരു ആളിനെയാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ? ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ 3 പേര് അവിടെ ഒരുമിച്ചിരിക്കുകയാണ്, ഞാനിവിടെ എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇങ്ങനെയായിരിക്കും മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേണേ. കുറച്ച് നന്നായി സംസാരിക്കുന്ന ഒരാളാണോ? നന്നായി സംസാരിക്കുന്ന, അതായത് നമ്മളിപ്പോ റീൽസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ ഒരുപാട് റീൽസ് ഒക്കെ വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ. ഇതിൽ ഏത് കാറ്റഗറി ആയിരിക്കും? സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ട്, സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ട്. ഒരു ആംബിവേർട്ട് ആണ് അപ്പോൾ? അതെ. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യാമ്പസ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ക്യാമ്പസിന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലീഡറെ കണ്ടിട്ട് ഇന്നയാളെ പോലെ ആവണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്കവിടെ ആലുവയിലെ ലോക്കലായി സപ്പോർട്ട് ചെയ്ത ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പസിൽ അവിടെ ഒരു എൻ്റെ കൂടെ കമ്പാനിയനായിട്ട് പിന്നീടും ഇപ്പോഴും ഉള്ളത് ഒരു
അന്ന് ഷർഫുനിസ എന്ന് പറഞ്ഞ അന്നത്തെ NSUI സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അവർ പൊളിറ്റിക്സ് അവസാനിപ്പിച്ചു. അപ്പം അങ്ങനെ ക്യാമ്പസിലൊരു കുറച്ച് പേരെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു KSUവിൻ്റെ വലിയ സമരങ്ങളോ പ്രസംഗങ്ങളോ യൂണിയനോ കാണാൻ പറ്റിയിരുന്നില്ല. നമ്മളത് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രാഫ് ക്യാമ്പസിൽ KSUവിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ലീഡർ PT തോമസ് ആണ് എറണാകുളത്ത്. അത് ആള് നമ്മളെ പിക്ക് ചെയ്യാണ് ചെയ്തത്. PT തോമസുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഒരാളാന്ന് പോസ്റ്റുകൾ കൂടെയും സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആള് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ഉപദേശം എന്താണ്? ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ഡിസിഷൻസിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും, ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ആ വിഷയത്തോട് എതിർപ്പുള്ളവരുണ്ടാവും. പക്ഷേ ചില വിഷയങ്ങൾ നമ്മുടെ കോൺഫിഡൻസിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നേരത്തെ അധികാരത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. PT എന്ന വ്യക്തിക്ക് അധികാരവും ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കാം പ്രകൃതിയെക്കുറിച്ച് അന്ന് അത്രയും ഒക്കെ പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നടി ആക്രമിച്ച കേസിലൊക്കെ ആ അധികാരം ഉള്ളത് കൊണ്ടും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇന്നും ഇരയെ സെലിബ്രേറ്റ് ചെയ്യുകയും ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മാറുന്ന രീതിയിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് പാർട്ടി ആയാലും ഏത് മതമായാലും ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ എന്താ ചെയ്യണേന്ന് A to Z നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് PT പറഞ്ഞ ഇങ്ങനെ 1 2 3 എന്നൊന്നും ഉപദേശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കണതല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് പോകാൻ പറ്റിയ ചെയ്യണം എന്നാഗ്രഹമുള്ള 2 കാര്യങ്ങൾ എന്താ? ഇൻവിസിബിളായി പോകാൻ പറ്റിയ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ, എനിക്ക് സോണിയാഗാന്ധിയോട് പേഴ്സണലായി സംസാരിക്കണം എന്ന് ആഗ്രഹം. ഇൻവിസിബിൾ ആവാതെ തന്നെ അല്ല, പേഴ്സണലായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അവർ ഹെൽത്തൊക്കെ ഇപ്പം പറ്റില്ലല്ലോ, കുറച്ച് മുന്നായിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ ഇൻവിസിബിളായി പോയാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത റാപ്പിഡ് ഫയർ ഒക്കെ ഞാൻ വന്ന് നോക്കിയാൽ കുറച്ചൊരു മണിക്കൂർ ഞങ്ങൾ അങ്ങനെ ഒന്നും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു തരാത്ത അല്ലല്ലേ, ഞാൻ ഇൻവിസിബിൾ ആയിട്ട് വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാണ് ചോദ്യങ്ങൾ, എന്നിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ഈ പ്രസംഗങ്ങളൊക്കെ എന്തായാലും ചെയ്യേണ്ടി വരുമല്ലോ, ആൾക്കാർ അഡ്രസ് ചെയ്യേണ്ടി വരും. വലിയ അങ്ങനെ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണോ? ഈ AI ടൂൾസ് നമ്മൾ ChatGPT, Gemini അങ്ങനത്തെ AI ടൂൾസിന്റെ ഹെൽപ്പ് എടുക്കാറുണ്ടോ ഈ പ്രസംഗങ്ങളൊക്കെ? ഇങ്ങനെ മറ്റേ നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണില്ലേ, ലേൺ എ ന്യൂ സ്കിൽ ഇൻ ന്യൂ ഇയർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ 2026 എനിക്ക് AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ Gemini യൂസ് ചെയ്യാറുണ്ട്. ബേസിക് കാര്യങ്ങളൊക്കെ അറിയാൻ, ചില ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ അത് യൂസ് ചെയ്യാം. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ പണി കിട്ടിയിട്ടുണ്ടോ ChatGPT യൂസ്? ഇപ്പൊ പൊതുവേ ഇപ്പോ റീലൊക്കെ കാണാം, റിസൈൻ ഇടാൻ വേണ്ടിട്ട് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ? പഠിച്ചിട്ട് അതിലേക്ക് അതുകൊണ്ട് കുറെ ജെമിനി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് AI ടൂൾസിന്റെ ഇത് പഠിക്കണം എന്നാണ് 2026 എന്റെ ഒരു ലേൺ എ ന്യൂ സ്കിൽ ബക്കറ്റ് ലിസ്റ്റിലുള്ള. ഈ പൊളിറ്റീഷ്യൻസിന് പൊതുവെ നമ്മളിപ്പോ പറയുമല്ലോ ഒരു ഇൻകം വേണം. പൊളിറ്റിക്സ് ഒരു ഇൻകം ആയിട്ട് എടുക്കരുത്, അവർക്ക് വേറെ ഇൻകം വേണം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അത് ഏത് വിഭാഗത്തില? എന്താണ്? അല്ല, അത് ഇൻകം ആയിട്ട് എടുക്കരുതെന്ന് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പണ്ട് ഇപ്പോൾ പൈസ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു പോകുമായിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മുടേതായിട്ടുള്ള ഏർണിങ്സ് ഉള്ളത് അതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഞാൻ 2026 ഇപ്പം സ്കോളർഷിപ്പ്, MG യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അത് കൊല്ലത്തിൽ ഒരിക്കലാണ് ഒരുമിച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിരിക്കണതിൽ കാര്യമില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഈ പറയുന്ന സർക്കാർ മാറി വരുമ്പോൾ അത് പ്രോപ്പർ ആക്കണം എന്നുള്ള, അത് കാരണം അതിൻ്റെ വിഷമം നമ്മൾ ശരിക്കും അനുഭവിക്കുന്ന കാരണം സെൽഫ് ഏർണിംഗ് എന്നുള്ള സാധനം, ഈ പറഞ്ഞ AI ടൂള് പഠിക്കുക, അങ്ങനത്തെ കുറച്ച്. ആൻഡ് ഇൻകം സോഴ്സ് എന്താണ്? വേറെ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ? ഇല്ല, അങ്ങനെ ബിസിനസ് എന്തോ ഉണ്ട്. കള്ളക്കടത്ത് പിടിച്ചു ഇനി പറഞ്ഞോ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഇല്ല, ഒരു 2 കൊറോണ സമയത്തൊക്കെ പേർഷ്യൻ കാറ്റിന്റെ ചെറിയൊരു വിൽപ്പന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ പൂച്ച സാർ ഫാനാണ്. അപ്പൊ ഇപ്പൊ അത് എന്റെ ഒരു ഹോബി വീട്ടുകാർക്ക് ഇപ്പൊ ബാധ്യതയാണ്. അവരെല്ലാം അവരത് ചെയ്യണം, അവര് നോക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ തുടങ്ങിയപ്പോ വിചാരിച്ചു, എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. അപ്പൊ ഞാൻ ഇതിന്ന് ഇങ്ങനെ ഇത്ര കുഞ്ഞുങ്ങള് അതിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അവരുടെ ചെലവിന് കൊടുക്കാൻ അതുപോലെ സ്കോളർഷിപ്പ് കിട്ടുമ്പോ പൂച്ചയുടെ ചെലവിന് പൈസ വീട്ടിൽ. എത്ര പൂച്ചയുണ്ട് ഇപ്പൊ വീട്ടില്? 2 പേർഷ്യൻ കാറ്റും 4 നാടൻ പൂച്ചയാണുള്ളത്. സ്ഥിരം വളർത്തുന്ന? വീട്ടിലെ മെമ്പേഴ്സാണ് അവര്, ഫാമിലി മെമ്പേഴ്സാണ്. ഈ ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ്. അതിനുവേണ്ടി എന്തെങ്കിലും
പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കാറുണ്ട്? സ്കിൻ കെയർ സ്കിൻ കെയർ ഇപ്പോൾ എനിക്ക് ഈ 2 കൊല്ലമായിട്ട് ഞാൻ അതുവരെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, അങ്ങനെയല്ല, എനിക്ക് ഒന്നും പറ്റി ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നൊക്കെ വിചാരിച്ചു. UC കോളേജിൽ അങ്ങനെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് വേറെ പാൻറ് വേറെ ടോപ്പ് വേറെ ഷോൾ ഇട്ട് ഹോസ്റ്റലിൽ നിന്ന് ഓടി ഇറങ്ങണു. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഭാരത് ജോഡോ യാത്ര കേരളം ഫുള്ള് നടന്നിരുന്നു. അപ്പോഴാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുവരെ എൻ്റെ വിചാരം കഴിയാറായപ്പോഴാണ്, ഇവിടെ അവസാന ജില്ലയൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ടാൻ്റെ പ്രശ്നമല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ളത് സൺസ്ക്രീൻ നമ്മൾ, കാരണം പണ്ടത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ്. നമ്മുടെ മനസ്സിലെ ഓവർ കോൺഫിഡൻസിനൊന്നും എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയിരിക്കില്ല, എനിക്ക് ആക്നെ വരെയിരിക്കില്ല, അങ്ങനത്തെ ധാരണയൊക്കെ മാറി. നമ്മുടെ സ്ഥിരം യാത്രകളാണ്, നമ്മൾ ഡെയിലി യാത്ര ചെയ്യണം, വെള്ളം വേറെ യൂസ് ചെയ്യുന്നത്, ഭക്ഷണം ഒരു ഇതില്ല, സമയമില്ല ഭക്ഷണത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കും. ഈ പറയുന്ന ഹെൽത്ത് കെയർ ആൻഡ് സ്കിൻ കെയർ ഭാഗമായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ. പക്ഷെ സ്കിൻ കെയർ ഭയങ്കര നിർബന്ധമായിട്ട് ഒരു സാധനമായിട്ടാണ് നമ്മളൊക്കെ. അതെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ സൺസ്ക്രീൻ നിർബന്ധമായി യൂസ് ചെയ്യണമെന്ന് ഒരു സ്വയം ഒരു സാധനം എനിക്ക് ഭാരത് ജോഡോ വരേണ്ടി വന്നു. അതെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ അതെ യാത്രയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. സൺസ്ക്രീൻ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഉൾക്കൊള്ളാനായിട്ട്. അതൊക്കെ ഈ യാത്രയ്ക്കിടയിൽ ഫുഡൊക്കെ കറക്റ്റ് കഴിക്കാൻ പറ്റുമോ? പക്ഷെ ഇപ്പൊ ലഞ്ച് നമുക്കൊരു 4 മണി 5 മണി ആകുമ്പോഴേക്കും കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരാളല്ലല്ലോ കഴിക്കുന്നത്, പ്രോഗ്രാം ലേറ്റ് ആയി പോവുമായിരിക്കും. അപ്പൊ ഇപ്പൊ ജെൻസി കണക്ട് യാത്ര എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് നമ്മളെ കാത്ത്, സംസ്ഥാന കമ്മിറ്റീനെ കാത്ത് വിശന്ന് അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കാൻ പറ്റുക. അപ്പൊ നമുക്കൊരു സമയം മാറിപ്പോവും. പിന്നെ ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അത്ര ഇപ്പൊ വലിയ നേതാക്കന്മാരൊക്കെ, ഇത്രയും തിരക്കുള്ള വലിയ ലീഡേഴ്സൊക്കെ അവരുടെ ഉറക്കോ ഭക്ഷണമോ ഒന്നുമില്ലാതെ അവർ ഡെയിലി ഇങ്ങനെ യാത്ര ചെയ്യില്ല. അപ്പൊ നമ്മൾ ഈ ഏജിൽ അങ്ങനെ കൺസേൺ അങ്ങനെ ആവും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ അല്ല, കൺസേണിന്റെ അപ്പുറത്തേക്ക് ഇപ്പം കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. എനിക്ക് അധികം അങ്ങനെ ബാധിക്കാറില്ല. കാരണം ഞാൻ എന്തും എവിടെ നിന്നും കഴിക്കും, എങ്ങനെയും കഴിക്കും. ഫുഡ് എനിക്ക് ഇഷ്ടം ചോറ്, ബിരിയാണി ഇഷ്ടം, ചോറാണ് ഇഷ്ടം. ഈ ഫുഡിനേക്കാളും എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഇരിക്കണത്, അത് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ സൺസ്ക്രീൻ പോലെയുള്ള ലേറ്റസ്റ്റ് ഒരു തിരിച്ചറിവാണ് അത്. നമ്മൾ രാഹുൽ ഗാന്ധിന്റെ കൂടെ ഈ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നോ? 19 ദിവസമായിരുന്നു. 19 ദിവസം ഉണ്ടായിരുന്നു. ഒരു രാഹുൽ ഗാന്ധി ഫാനാണ്, ഞങ്ങൾ ഒപ്പോസ് ചെയ്യും. അപ്പൊ അതുപോലെ ഒപ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെയും മറ്റു സൈഡ് SFIO അങ്ങനെ അവരിൽ ഒരു മോഡലാക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? മോഡലായിട്ട് നിർത്താന്ന് പറഞ്ഞാൽ നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരോടും വ്യക്തിപരമായിട്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നിരന്തരം വിഷയങ്ങളായിട്ട് നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ വ്യക്തിപരമായിട്ട് അവരോട് ഇടപെടുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. വ്യക്തിപരമായിട്ട് അങ്ങനെ ബന്ധമുള്ള ലീഡേഴ്സ് ഉണ്ടോ ഓപ്പോസിഷനിൽ? അങ്ങനെ ഭയങ്കര വ്യക്തിപരമായിട്ട് അടുപ്പമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ചില പ്രസംഗങ്ങളോ ചില സമരത്തിൻ്റെ ഇതൊക്കെ കുറച്ച് കൂടുതൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ പാർട്ടിക്കപ്പുറം അത് വേറെ പല പാർട്ടിയിൽ നിന്നും ലേഡീസ് ആയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള വലിയ നേതാക്കൾ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന ആളാണ്, പക്ഷെ ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം വിളിച്ചതാണെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് കോൾ അവസാനിപ്പിക്കും. പക്ഷെ നമുക്കത് മനസ്സിലെന്നും ഒരുപക്ഷെ ഞാനത് എപ്പോഴും അത് പുറത്ത് പറയുമെന്നില്ലായിരിക്കില്ല, എന്നാലും പേഴ്സണലി അത് വേറെ പാർട്ടി ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സീരിയസ്നെസ് കിട്ടുന്നുണ്ട്, ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്, അപ്പം ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിനും ഇവിടെ കുറച്ച് ശ്രദ്ധ കിട്ടുന്നുണ്ടെന്ന്, അത് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഉറപ്പായിട്ടും ഭയങ്കര പിന്തുണ കിട്ടും. അപ്പോൾ വേറൊരു പാർട്ടിയിൽ നിന്ന് നമ്മുടെ ഫോൺ നമ്പർ വേറെ ആരെങ്കിലുമൊക്കെ വഴി ഒപ്പിച്ച് സംഘടിപ്പിച്ച് അവർ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു പേര് കിട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നത്. പേരുകൾ അങ്ങനെ ഇപ്പോഴത്തെ SFI കഴിഞ്ഞ കമ്മിറ്റിയിൽ അനുശ്രീ ആയിട്ടും ആർഷോ ആയിട്ടും സൗഹൃദമുണ്ട്, ശിവപ്രസാദ്. അപ്പം അവരങ്ങനെ വേദികളിൽ നിരന്തരം കാണുമ്പോൾ ഒരു പരിചയവും സംസാരമൊക്കെ ഉണ്ട്. ഇപ്പം അനുശ്രീയുടെ പേര് പറഞ്ഞപ്പോൾ ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം KSU സ്ഥാപിക്കപ്പെടുന്നത് 1957 മുതൽ ഇവിടെയുള്ള നിലവിലുള്ള ഒരു സംഘടനയാണ്. പക്ഷെ ഇന്നത്തെ കാലം വരെ KSUവിനൊരു വനിതാ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ നേരെ കുറച്ച് നോക്കുമ്പോൾ SFIയിൽ നോക്കുകയാണെങ്കിൽ 2 പേരെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അനുശ്രീ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എൻ്റെ സംഘടനയിൽ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ഞാനത് ചിന്തിക്കുക മാത്രമല്ല അത് സംസാരിക്കും. ഇനി ഇപ്പം എൻ്റെയൊക്കെ ഒരു KSU ഓൾമോസ്റ്റ് ഇതായി. അപ്പം ഇനി കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റും അതിനെക്കുറിച്ച്. ഇവിടെ തിരുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ SFIയിൽ വനിതാ 2 സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ SFIയുടെ കീ പോസ്റ്റ് സംസ്ഥാന സെക്രട്ടറിയാണ്. അവിടെ കീ പോസ്റ്റിലിരുന്ന പെൺകുട്ടികളുടെ എണ്ണം 0 ഇവിടെയും പെൺകുട്ടികളുടെ എണ്ണം 0. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇനി മൊത്തത്തിലുള്ള ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കീ പോസ്റ്റിലേക്ക്, അത് യൂത്ത് കോൺഗ്രസിലായാലും DYFIയിലായാലും മറ്റ് മേഖലയിലായാലും പാർട്ടിയുടെ അകത്തും നിയമസഭയുടെ അകത്തൊക്കെ കീ പോസ്റ്റിലേക്ക് സ്ത്രീകൾ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് സ്വയം മുഖ്യധാര പാർട്ടികൾ തിരിച്ചറിഞ്ഞ് തിരുത്തുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ്. എനിക്ക് അടുപ്പമുള്ള എല്ലാ ലീഡേഴ്സിനോടും ഞാൻ ആ ഗ്ലാസ് സീലിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് എന്തോ ചെയ്യുന്നു, ഉയരത്തിലെത്തുന്നു തോന്നുമെങ്കിലും ഒരു പരിധിയാവുമ്പോൾ തല എവിടെയോ എന്താണെന്നറിയാത്തൊരു ഇതിൽ തലയിടിച്ച് നിൽക്കുന്ന ഗ്ലാസ് സീലിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാൻ അടുപ്പമുള്ള ഇപ്പോൾ യുവ നേതാക്കളായിട്ടുള്ള KPCCയിലെയും നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാറുണ്ട്. അവരത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. ആ സമയം ഇപ്പോൾ ആഗതമായി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എങ്ങനെയാണ് കാണുന്നത്? അതായത് എന്തായാലും പൊളിറ്റിക്കൽ ഒരു കരിയർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ KSU, ഇനി അത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ്, അങ്ങനെ എന്താവണമെന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രിയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് എന്തോ ആഗ്രഹിക്കാലോ. എനിക്ക് പേഴ്സണലി ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം കിട്ടുമോന്ന് അറിയില്ല, എന്നാലും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ ശ്രമിച്ചു. എനിക്ക് ഒരു വുമൺ ലീഡർഷിപ്പ് ഒരു ഫ്ലോയില് ഫ്രം ദ KSU മുതൽ അതിലൊരു കരിയർ ബ്രേക്ക് വരാതെ എല്ലാ ഫീൽഡിലും ഒരു 10-12 കൊല്ലം മാറി നിന്നാൽ, അത് കോർപ്പറേറ്റ് മേഖലയിലായാലും ഇപ്പം നിങ്ങളുടെയൊക്കെ ഏത് മേഖലയിലായാലും പിന്നീട് അത് ഓടിയെത്താനുള്ള ഒരു ഇത്. പിന്നെ PT പറയാറുള്ളത് എന്താ പറയുക, നമ്മുടെ ഒരു സ്പേസ് നമ്മൾ തന്നെ ഉറപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ത്രീകളെ സീരിയസ് ആയി കാണുന്ന, സ്ത്രീകളെ ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ കാണുന്ന ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടാവണം. അതിൽ എൻ്റേതായി ഇപ്പോൾ ഒരു വനിതാ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ എന്ന രീതിയിൽ എൻ്റെ പോസ്റ്റിൽ ഞാനിരുന്നത് കൊണ്ട് ഞാനെന്ന വ്യക്തിയെയും നാളുകളിൽ വനിതാ വൈസ് പ്രസിഡന്റ് എന്ന പോസ്റ്റിനെ മാറ്റി നിർത്താത്ത രീതിയിൽ സീരിയസ് ആയിട്ട് മെയിൻ ലീഡർഷിപ്പും സംഘടനയുടെ അകത്തും കാണണം. എനിക്കത് വാക്കുകളിൽ എത്രമാത്രം ഫ്രെയിം ചെയ്ത് പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഒരു KSUയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൂടി ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പൊതുവെ കേട്ടുവരുന്നത്. ഇപ്പം ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ ആ തുടക്ക സമയത്ത് ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമസഭ അവസാനിക്കാവുന്ന ആവുമ്പോഴേക്കും ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളെന്നൊരു പേരും കൂടി എടുത്തിട്ടാണ് ശിവൻകുട്ടി ഇറങ്ങുന്നത്. ശിവൻകുട്ടിയെ നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കാണുന്നുണ്ടോ? അദ്ദേഹം ആദ്യം ആ ഒരു വലിയ പദവിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മാണി സാറിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിന് അത് നിയമസഭ തല്ലിപ്പൊളിക്കുന്ന വിഷ്വൽ വെച്ചിട്ടാണ് ആ ഒരു നെറേറ്റീവിൽ തുടങ്ങിയിട്ട് ആള് അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും PR വർക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ തൃശ്ശൂർ കലോത്സവത്തിൽ കുട്ടികളുടെ കൂടെ നിന്ന് ജന്നാൽഫ കുട്ടികളുടെ കൂടെ നിന്നിട്ട് ആള് ഇത് പൂക്കി ട്രൈ ചെയ്യണത് വെച്ചിട്ട്, അപ്പോൾ അത്രയും നിയമസഭയിലെ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുന്ന ഗുണ്ട ക്രൂരനായ ഒരു ഇമേജിൽ നിന്ന് ആൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ജന്നാൽഫ ജൻസികളുടെ പൂക്കിയായി എന്നൊരു ഇമേജാണ് PR വർക്ക് പോകുന്നത്. അത് ആർക്കും അങ്ങനെ ചെയ്യാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമുക്ക് കേവലം ഒരു PR വർക്ക് ഞാൻ പറയുന്നത് ആ ഒരു ഇമേജ് നമുക്ക് മാറി വരും. കൂടുതൽ അങ്ങനത്തെ റീൽസ് ആയിരിക്കും. അത് ആർക്കും ചെയ്യാം, അത് സ്വാഭാവികമായിട്ട്, ഞാൻ അതിനെ ജഡ്ജ് ചെയ്യണതല്ല. പക്ഷേ ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന കുട്ടികളുടെ സ്കൂളിലെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ പിരിക്കേണ്ടി വന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ +1 +2 സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് നിരന്തരം നടക്കുന്ന സമരങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു എന്നതിൻ്റെ ഇതിലാണ് നമ്മൾ ആ വിദ്യാഭ്യാസ മന്ത്രിയെ വിലയിരുത്തുന്നത്. വ്യക്തിപരമായിട്ട് നമ്മളാൾ മോശം ഇമേജ് ആയിരുന്നു എന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ അന്ന് മോശം ഇമേജ് ആയിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആളുടെ ആക്ടിവിറ്റീസിൽ നിന്നാണ് നമ്മളത് ജഡ്ജ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലെ വിഷയങ്ങൾ എത്രമാത്രം പരിഹരിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ ആശങ്ക എന്ന് പറയുന്നത് ഞാൻ കൊമേഴ്സ് എടുത്താൽ എങ്ങനെ പോകും, കരിയർ ഡ്രീമാണ് ഈ കാലഘട്ടത്തിൽ ഒരു മലയാളി കുട്ടിയുടെ നെഞ്ചെടുപ്പിന് കാരണമാവാൻ പാടുള്ളൂ. എനിക്കിനി പഠിക്കാൻ പറ്റോ ഇല്ലേ എന്ന് കേരളത്തിലെ ഒരു കുട്ടിയുടെ നെഞ്ചെടുപ്പ് അവരുടെ പാരൻസ് കൺസേൺ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം തകരാറിലാണ്. SC/ST കുട്ടികളുടെ ഗ്രാൻഡ് വിഷയങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്താതെ നമ്മൾ കുറച്ച് ഒരു സീരിയസ് ഗുണ്ട നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ആളിൽ നിന്ന് ആൾ കൂളായി എന്ന് പറയുന്നതിൽ വിദ്യാഭ്യാസ ശിവൻകുട്ടി എന്ന വ്യക്തി അത്രയും
ഒരു പോസിറ്റീവ് ഫിഗറിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ആരങ്ങനെ വന്നാലും സന്തോഷമുള്ളൂ. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളും പിന്നെ ഒരുപാട് വിഷയങ്ങൾക്കും കൂടി മറുപടി തന്നാലാണ് അതിനൊരു ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു വളർച്ച ഉണ്ടല്ലോ, അതായത് ഇപ്പൊ പാഠപുസ്തകങ്ങൾ നേരത്തെ നാളുകളോളം കെട്ടിക്കിടക്കുന്ന കൃത്യസമയത്തിന് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇംപ്രൂവ് കാലഘട്ടം എന്ന് വെച്ചാൽ 20 കൊല്ലം മുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ 25 കൊല്ലം മുന്നുണ്ടായിരുന്ന ട്രാഫിക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരുന്ന ഫെസിലിറ്റി, ഫാനായാലും ബെഞ്ചും ഡെസ്കായാലും അത് കാലം മുന്നോട്ട് പോകും തോറും വരണം. അത് ആര് ചെയ്താലും നല്ല കാര്യമാണ്. അത് ഇറ്റ്സ് ബേസിക്സ്. ഞാൻ പറയുന്നത് നമ്മൾ ഈ ബേസിക്സിൽ കിടന്നിട്ട് പുസ്തകം നേരത്തെ കിട്ടുക എന്നുള്ള ഒരു ക്രൈസിസ് മുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിറക്കുമ്പോൾ പൈസ മേടിക്കുക എന്നുള്ള ബേസിക്സ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഇപ്പം നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാണെങ്കിൽ FIUGPയിൽ ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി 4th ഇയറിൽ പഠിക്കണോ വേണ്ടേ എന്ന് നമ്മളോട് ഡയറക്റ്റ് കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം ആക്കി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് 1-2 സ്ഥലത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊന്നും പരിഹാരങ്ങളായിട്ടില്ല. ആരായാലും കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു നാച്ചുറൽ ഇമ്പ്രൂവ്മെൻ്റ് അല്ലാതെ ഒരു ശാശ്വത പരിഹാരത്തിലേക്കോ വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷനിലെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും അബ്ദുറബ്ബ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 2-3 പരാമർശം, ഇപ്പം ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം വൈകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളും, പിന്നെ ആ സമയത്തുള്ള ഉച്ചക്കന്നിയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം വീണ്ടും വിളിക്കപ്പെടുന്ന PR വർക്കുകളാണ്. അങ്ങനെ PR വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത തവണ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു സങ്കല്പമുണ്ടോ? ഇന്നയാൾ ചെയ്തത് ബെറ്റർ ആയിരിക്കും, ശിവൻകുട്ടിയേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ക്വസ്റ്റിനെ ഒരു പേര് എങ്ങനെ പറയുന്നതാണ്. പക്ഷെ നമ്മളൊരു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തിയിരുന്നു. ആ കോൺക്ലേവുകളിൽ വന്ന പരിഹാരങ്ങൾ, ആ കോൺക്ലേവുകളിൽ വന്ന ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റാവുന്ന ആരായാലും അത് നല്ലതായിരിക്കുള്ളൂ. കാരണം ഈ യുവാക്കളെ നാട്ടിൽ പിടിച്ചു നിർത്തുക എന്ന് വെച്ചാൽ ഗതികെട്ടിട്ടുള്ള പലായനങ്ങൾ ഒഴിവാക്കി അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാവുന്ന ആരായാലും അത് നല്ലതായിരിക്കും. അത് പക്ഷേ നമ്മൾ 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇത് ക്യുസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് വീടുകളിൽ സർവേ, നവകേരള സർവേ വഴി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് 10ാം കൊല്ലം ചോദിക്കുന്നതിനേക്കാൾ ഭരണം കിട്ടുന്നതിന് മുൻപേ കോൺക്ലേവുകൾ നടത്തി എന്ന് വെച്ചാൽ ആ കോൺക്ലേവുകൾ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആണ്. ഇവർ മോശം, ഇവർ പൊട്ടയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്ത് ശരിയല്ല എന്ന് മാത്രമല്ല UDF പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ആരോഗ്യ മേഖലയിൽ ഇനി ചെയ്യേണ്ടത്, എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യേണ്ടിയിരുന്ന കോൺഫറൻസസും കോൺക്ലേവുകളും രൂപപ്പെട്ട അതിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ആരും വന്നാൽ നമുക്ക് സന്തോഷമാണ്. വിദ്യാഭ്യാസം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊരു പേര് പറയുന്നത് അത്ര നല്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. UDF ആണെങ്കിൽ സെറ്റായിരിക്കും. UDF ആവൂലോ ആണെങ്കിൽ എന്നൊരു ചോദ്യമില്ല. അത് തന്നെ. ഞാനൊരു ജെൻസി അല്ലേ, ജെൻസിക്ക് ഞാൻ ജെൻസിയാണ്. ടെക്നിക്കലി ജെൻസി. നമ്മളെല്ലാവരും ജെൻസി അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ ജെൻസി ആൽഫ ജനറേഷനെയാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ റെപ്രസെന്റ് ചെയ്തു വരുന്നത്. അപ്പം കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. 10 വർഷം ഓക്കെ, സോറി. അപ്പോൾ ആ 10 വർഷം മുമ്പ് വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന രീതിയും ഇപ്പോൾ സംവദിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം കുട്ടികൾ കുറച്ചും കൂടി രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ടാണോ അകന്ന് നിൽക്കുന്നതായിട്ടാണോ തോന്നുന്നത്? കാരണം നമ്മളൊക്കെ പലരും പറയുന്നത് നമുക്ക് ഫോൺ നോക്കി ഇരിക്കാനേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല, രാഷ്ട്രീയ ബോധമില്ലാത്ത പിള്ളേരാണെന്നുള്ള പഴയ വാക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എനിക്കൊക്കെ നമ്മുടെ നോക്കുകയാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പോൾ ഈ കുട്ടികളിൽ രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ടാണോ അകന്ന് നിൽക്കുന്നതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? അത് എപ്പോഴും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ജെൻ ആൽഫ അടുത്താണോ അകലെയാണോ പൊളിറ്റിക്കൽ ഇതിൽ നിന്നുള്ളത്? അവരുടേതായ രീതിയിൽ ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്നു, അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതിനോട് അവർ കലഹിക്കാനോ സമരം ചെയ്യാനോ നിൽക്കില്ല. അവർ ഇപ്പം കേരളത്തിന് അവരെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ അവരിവിടെ അടിച്ചു തകർക്കാനോ ഒന്നും നിൽക്കില്ല. അവർ പതുക്കെ ഈ നാടേ വിട്ട് പോവാണ്, ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ പോവാണ്. അപ്പോൾ ജെൻസികളെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം
മാറാണെങ്കിൽ അവർ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നവരൊക്കെ ആയിട്ട് നിലനിർത്തും. അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഈ ഭാരത് ജോഡോ യാത്രയ്ക്കായാലും രാഹുൽ ഗാന്ധിക്ക് ആയാലും ഈ ജെൻസി കാറ്റഗറീസ് കൊടുക്കുന്ന സോഷ്യൽ മീഡിയ സപ്പോർട്ട് അത് അവരാരും കോൺഗ്രസ്സുകാരെ ആയതുകൊണ്ടോ നാളെ ഈ കോൺഗ്രസിലെ ഒരു പഞ്ചായത്തിൽ പോലും എന്തെങ്കിലും ഒരു പോസ്റ്റ് ആഗ്രഹിച്ചൊന്ന് നിൽക്കുന്ന ആൾക്കാരായിട്ടല്ല. നമ്മൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ കാസ്റ്റ് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് അല്ല. ഇതാണ് ശരി, ഇറ്റ്സ് ഓക്കെ ടു ബി ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ആള് ചെറിയ കാര്യമായിരിക്കാം, ആളിപ്പോൾ പ്രിയങ്ക ഗാന്ധിനെ ആയാലും സോണിയാഗാന്ധിനെ ആയാലും ഹാൻഡിൽ ചെയ്യുന്ന രീതി, പണ്ടാണെങ്കിൽ അത് അയ്യേ എന്തിനിത്ര സോഫ്റ്റ് ആവണേ, ലീഡർ എന്തിനിത്ര സോഫ്റ്റ് ആവണേ. പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ മെൻ ഓർ വുമൺ അത് സോഫ്റ്റ് ആവുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ എത്ര വലിയ ലീഡർ ആയാലും എത്ര സീരിയസ് ആളായാലും നമ്മൾ ഏറ്റവും കൈൻഡ് ആയിരിക്കുക, ഏറ്റവും സോഫ്റ്റ് ആയിരിക്കുക, ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതൊന്നും ജെൻസികൾക്കൊരു തെറ്റല്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ അവരുടെ കുറേ വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട് ജെൻസി അസ്വസ്ഥമാകുന്നു, അവരെന്തുകൊണ്ട് അവരാഗ്രഹിക്കുന്ന ഒരു നൈറ്റ് ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ പോലീസ് കാവലിൽ 10 മണി വരെയുള്ള നൈറ്റ് ലൈഫാണ് നമ്മുടെ മാതൃകാ നൈറ്റ് ലൈഫ്. അപ്പോൾ സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജെൻസികൾ പോകും. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്, അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പറയുന്ന പോലെ അവർ സമരം ചെയ്യണം, അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ സിസ്റ്റം പറയുന്ന പോലെ അവർ നിൽക്കണം, അണിനിരക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരിവിടുന്ന് പോകും, സ്ഥലം കാലിയാക്കും. കുട്ടികളെ നമുക്ക് ഇതുപോലെ സമരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ ഒക്കെ പോകാൻ വേണ്ടി ക്യാമ്പസുകളിൽ നിന്ന് കൂട്ടാൻ, അല്ലെങ്കിൽ കേസുവിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? അല്ല, ഈ നമ്മുടെ പ്രവർത്തകർ മാത്രമായിരിക്കും ഉണ്ടാവുക? അല്ല, നമ്മൾ അനുഭാവികളെയും കൊണ്ടുവരും, ഒന്ന് വന്ന് നോക്കുന്നൊക്കെ പറയും. നമ്മൾ ചിലവർ ആഗ്രഹമില്ലെങ്കിലും ഇപ്പോൾ ഇന്ന വിഷയത്തിലാണ്, ഇപ്പോൾ കീം വിഷയത്തിലാണ് പ്രതിഷേധം, നമ്മൾ കോളേജാണ്, ഇത് നമ്മുടെ വിഷയം അല്ലെങ്കിൽ പോലും +2 കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു എൻട്രൻസ് എഴുതിയിട്ട് കാത്തിരുന്നിട്ട് അതിങ്ങനെയായിപ്പോയി, നിങ്ങളൊന്ന് വന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ സ്ട്രീമിലൊന്നും നിൽക്കണ്ട, ജസ്റ്റ് അതിൻ്റെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിളിക്കും, സൗഹൃദത്തിൻ്റെ ഇതിൽ വിളിക്കും. പൊളിറ്റിക്കൽ റീസൺ പറഞ്ഞ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും വരും. പിന്നെ പൊതുവേ ഇപ്പോൾ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയപരമായിട്ട് കംപ്ലീറ്റ്ലി ആ ഇമേജിലേക്ക് ഇറങ്ങാൻ എല്ലാ പാർട്ടിക്കാർക്കും ആളെ കിട്ടാനൊരു പ്രയാസം ക്യാമ്പസുകളിലുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു മാനസിക സംഘർഷങ്ങൾ കുറക്കാൻ വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി KSU എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ യൂണിറ്റ് തലം മുതൽ ചെയ്തു വരുന്നുണ്ടോ? ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ കുറേ ജില്ലകളിൽ, എല്ലാ ജില്ലയിലും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 7 ജില്ലയിൽ ഭൂരിഭാഗം ജില്ലയിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിലുള്ള അവരെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനം, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് സ്പോർട്സ് ഫീൽഡ് ഇമ്പ്രൂവ് ആവേണ്ടത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കളിക്കളങ്ങളും ഒക്കെ ഇതായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. പിന്നെ ഡയറക്റ്റ് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്, നമ്മൾ ആ സമ്മർദ്ദം അത്രയും പ്രഷറിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു LKG അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡൊണേഷൻ്റെ എമൗണ്ട്, റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ, കിൻഡർ ഗാർഡനിലെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു കുട്ടിയും മാതാപിതാക്കളും അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ ശരിക്കും നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ആ ക്ലാസ് മുതൽ ഈ പറയുന്ന PG സ്റ്റുഡൻറ്റ്, PhD സ്റ്റുഡൻറ്റ് അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾക്ക് കൂടി ഒരു മറുപടി നമ്മുടെ പാഠപുസ്തകങ്ങളിലെ സിലബസിൽ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ റാങ്ക് കിട്ടിയ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന പല കുട്ടികളും അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അക്കാഡമിക്സിനപ്പുറം അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും വരും തലമുറയ്ക്ക് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ്, പേരിന് കൗൺസിലിംഗ് സെല്ലുകൾ എന്നതിനപ്പുറമായിട്ട് പ്രോപ്പർ മെൻ്റൽ ഹെൽത്ത് ഓറിയൻറ്റേഷൻസ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. പിന്നെ അനാവശ്യമായിട്ടുള്ള പ്രഷറുകൾ, ഏതെങ്കിലും ഒരു കോളേജിൻ്റെ നേട്ടത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിൻ്റെ നേട്ടത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഫീസിൻ്റെ കാര്യങ്ങളിലായാലും നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും അവർ അടിച്ചേൽപ്പിക്കുന്ന സ്ട്രെസ്സുകളൊക്കെ തുടക്കത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർക്കാൻ ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടെന്നുള്ളൊരു പേടിയിൽ തന്നെ നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോയാലാണ് ശരിയാവാൻ പറ്റുള്ളൂ. മെൻ്റൽ ഹെൽത്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ മറ്റേ സുനിത വില്യംസിൻ്റെ ഒക്കെ അവർ പറഞ്ഞത്, നിങ്ങൾ അവിടെ കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്പേസിൽ കരഞ്ഞ കാര്യങ്ങളൊക്കെ അത്ര ഓപ്പണായിട്ട് പറയാണ്. അതിങ്ങനെ അടുത്ത ആളുടെ രോഗവും പിന്നെ എനിക്ക് എൻ്റെ പട്ടീനെ മിസ് ചെയ്തിട്ട് കരഞ്ഞു എന്നൊക്കെ. അത്രയും വലിയൊരു ആൾ, അത്രയും ലോകം ആദരിക്കുന്ന സുനിത വില്യംസ് ഡയറക്റ്റ് ഫിഗറിങ് ഔട്ട് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിലാണെന്ന് തോന്നുന്നു പറയണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. നമ്മൾ കരയാനും ആശ്വസിപ്പിക്കാനും ഉൾക്കൊള്ളാനും
ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാതെ പരസ്പരം മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് ആണ് ജെൻസി കണക്ട് യാത്രയിലെ എല്ലാ ജില്ലകളും പറഞ്ഞ ഒരു സജഷൻ. മെൻ്റൽ ഹെൽത്തിൻ്റെ സൊല്യൂഷൻസ് ആണ്. സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ 1 ആണോ? നമ്പർ 1 ആണോ? നിങ്ങളെ 3 സ്ത്രീകള് 4 സ്ത്രീകള് നമ്മൾ ഇരുന്നിട്ട് പൂർണ്ണമായിട്ടും അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ ദാരിദ്ര്യം ആയാലും സ്ത്രീ സുരക്ഷ ആയാലും നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം സംസാരിക്കുമ്പോൾ നാളെ ഇവിടെ അതിദാരിദ്ര്യ മുക്തമായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നാളെ ഇവിടെ ഇനി മുതൽ ഒരു സ്ത്രീക്കും പേടിക്കാതെ പുറത്തിറങ്ങാൻ പറ്റും, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റണ അവസ്ഥയില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ പണ്ട് ബെറ്ററായി വരല്ലോ. ഇപ്പോൾ പണ്ടാണെങ്കിൽ 10 കൊല്ലം മുന്നാണെങ്കിൽ ഒരു KSUവിൻ്റെ വനിതാ വൈസ് പ്രസിഡന്റിനെ ഇതുപോലെ ഒരു ചാനലിൽ വിളിച്ചിങ്ങനെ ഇരുത്തോ? ഇല്ല. അത് കാലം തന്നേണ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നൈറ്റ് ലൈഫിൻ്റെ പരിമിതിയും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു ഡ്രസ്സിലുള്ള കമൻറ്റുകൾ അതൊക്കെ വരുമ്പോൾ ഈ പുതിയ ജനറേഷൻ ഇവിടെ വിട്ടുപോവാണ്. ഈ ജെൻസികൾക്ക് വേണ്ടതിൽ ഒന്നാണ് ഈ ജെൻഡർ ഇക്വാലിറ്റിയും അല്ലെങ്കിൽ ഉള്ള ഒരു സമാധാനത്തോടെ ജീവിക്കാനുള്ള, ജഡ്ജ്മെൻ്റലായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് വേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഇപ്പം നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ ഒരു ഫ്രീക്കൻ അല്ലെങ്കിൽ ഒരു ജെൻസി എന്ന് പണ്ട് പറയുന്നവർക്ക് ഒരു ഇന്ന ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുള്ളൂ, ഈ കൈൻഡ് ഓഫ് എക്സ്പോസ്റ്റ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുള്ളൂ, അവർ DJ മാത്രമേ പോവുള്ളൂ. പക്ഷെ ഇപ്പോൾ നന്ദഗോവിന്ദം പോലത്തെ ഭജന ബാൻഡുകൾ വരാണ്. നമ്മുടെ പള്ളികളിലായാലും ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞത്, അത്യാവശ്യം ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞത്, അവിടെ 10-15 കൊല്ലം മുന്നാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിൽ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബാഗ് ഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ കസിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇടാൻ വേറെ ഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ 9ാം ക്ലാസ്സിലും 10ലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ടീഷർട്ടും ബാഗ് ജീൻസ് ഇട്ട് കംഫർട്ടബിളായിട്ട് കുർബാനയ്ക്ക് നിന്ന് കുർബാന സ്വീകരിച്ചു പോവാണ്. അച്ഛനും പരാതിയില്ല, സിസ്റ്റേഴ്സിനും പരാതിയില്ല, അപ്പാപ്പന്മാർക്ക് അമ്മാമ്മമാർക്ക് ആർക്കും ഒരു പരാതിയില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങൾക്കും ഒരു ബേസിക് ഫ്രെയിം ഉണ്ടാവും. അതല്ലാതെ അനാവശ്യമായിട്ട് അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയറിറ്റി ആ സാധനം ഉപയോഗിച്ചുള്ള ക്രഷിംഗ് ഒന്നും നമ്മൾ ഒഴിവാക്കാന്നുള്ളതാണ്. നമ്മൾ ചോദിച്ചത് നമ്പർ 1 ആണോന്ന്. ഞാൻ പറഞ്ഞത് സ്ത്രീ സുരക്ഷയായാലും അതിദാരിദ്ര്യമുക്തം ഒക്കെ ഉള്ളതായാലും നമുക്കതൊരു PR-ന് വേണ്ടി ആ രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ നല്ലൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഉള്ളൂ. അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ കാലം കൊണ്ടുവരേണ്ടതാണ്. നേരത്തെ പറഞ്ഞല്ലോ ഈ തിരക്കുള്ള നേതാക്കന്മാരൊക്കെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം VD സതീശൻ ഈ അടുത്തൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 2025 60ഓളം പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ പോലും ശരിക്കും ഞെട്ടി. ഞങ്ങൾ അത്ര പോലും തിരക്കുള്ള മനുഷ്യരല്ല, പക്ഷേ അതിൻ്റെ പകുതിയുടെ അടുത്ത് പുസ്തകങ്ങൾ പോലും വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുമില്ല. അത് കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി വായനയിൽ സീരിയസ് ആവണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇത് പ്രതിപക്ഷ നേതാവ് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അത് എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാർക്കും, രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാർക്കും ആളുടെ പാഷൻ ഫോർ റീഡിങ്. ഇപ്പോൾ അസുഖമായിട്ട് 2 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് മാറി നിന്ന 3 പുസ്തകം വായിക്കേണ്ട സ്ഥലത്ത് 6 പുസ്തകം വായിച്ചു തീർക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരു ലീഡറിൻ്റെ ബേസ് എന്ന് പറഞ്ഞ വായനയുടെ ഡെപ്തിൽ നിന്ന് വരുന്ന ആക്ഷൻസ് ആണ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. വായന ബേസിക്കാണ്. ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? എനിക്ക് കഴിഞ്ഞ വർഷം വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദർ മേരി കംസ് ടു മീ ആണ്. അരുന്ധതി. ഇപ്പൊ നേരത്തെയും ഞാൻ സംസാരിക്കുന്നതിൽ ഒരു ഭയങ്കരമായിട്ട് സ്ത്രീപക്ഷ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയല്ല, സ്ത്രീകൾ ഒരു പൊസിഷനിൽ വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഇൻ കേസ് ഇപ്പം പലരും പറയുന്നത് KK ശൈലജ വനിതാ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പം നാളെ LDF വരെയാണ് KK ശൈലജയാണ് മുഖ്യമന്ത്രിയെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഒന്നാമത്തെ കാര്യം നാളെ LDF വരില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വനിതയെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാന്നുള്ള പരിപാടികൾ അവർ തന്നെ ചെയ്യും എന്നുള്ളതാണ് വേറെ. ഇപ്പൊ കഴിഞ്ഞ തവണയായാലും 2 തവണ അടുപ്പിച്ച് മത്സരിക്കാൻ പാടില്ല, ആ ഇളവ് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കിട്ടിയത്. അപ്പൊ അത് എന്ന് വെച്ചാൽ ഒരു സമയമാണല്ലോ ഒരാൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാനും ഫ്ലറിഷ് ചെയ്യാനും അത് പീക്കിലെത്താനൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് വുമൺ ലീഡർഷിപ്പുകളെ തട്ടിത്തെറിപ്പിക്കുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചോദ്യം എൻഡിങ് നാളെ LDF വരില്ല, അവിടെ തീർന്നു. ഇപ്പം ഷാഫി പറമ്പിൽ ഇപ്പം എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ നിരടുത്തല്ല, കോൺഗ്രസ്സുകാരുടെ തന്നെ നിരടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ഒരാളായിട്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് KSU മുതൽ അങ്ങോട്ടാണ്. അപ്പം ഒരു
ലീഡർ എന്ന നിലയിൽ ഷാഫി പറമ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഷാഫി പറമ്പിൽ ഇപ്പോൾ ഇന്നാള് വരെ നമ്മൾ യൂത്ത് ലീഡർ എന്നാണ്. ഇപ്പൊ KPCCയുടെ KPCCയുടെ ലീഡറായി. എനിക്ക് ആളുടെ ഏറ്റവും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആൾക്കുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പോഴും വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ്റെ കീ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴും ഏതെങ്കിലും കോളേജിൽ, ഇപ്പോൾ പാലക്കാടോ വടകരയോ ഏതെങ്കിലും കോളേജിൽ ഒരു KSUവിന് കമ്മിറ്റി വെച്ചത് ശരിയായില്ല, അവിടെ നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആൾ പഴയ KSU ജില്ലാ പ്രസിഡന്റ് എങ്ങനെയായിരുന്നോ ആൾ അത്രയും ഇമോഷണൽ ആയിട്ടാണ് അത് അറ്റൻഡ് ചെയ്യുക. ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആവേശവും ആവശ്യങ്ങളും ആൾക്ക് എല്ലാ കാര്യവും ആ എക്സൈറ്റ്മെൻറ്റും ആ ഒരു ബാലൻസ്ഡ് ആണ്. എനിക്കതാണ് ഷാഫിക്കയുടെ ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത്. ഇപ്പോഴും ഈ പറയുന്ന ആൾക്കാർ ഓടിക്കൂടുമ്പോൾ ഉള്ള കാര്യമായാലും വളരെ സീരിയസ് ആയിട്ട് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമായാലും എല്ലാ വിഷയങ്ങളും എന്നൊരു നമ്മളിങ്ങനെ പറയില്ലേ, സംഘടനാ പ്രവർത്തനത്തോടുള്ള ഒരു ആർത്തി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ചില കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് ഇങ്ങനെ ഈ ജനങ്ങളുടെ പ്രശ്നം തീർക്കാൻ അടങ്ങാത്തൊരു സാധനമായിരിക്കും. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് മടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ടയേർഡ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഷാഫിക്കയ്ക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഓഫ് ആവേശത്തിൻ്റെയും കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒരേ സീരിയസ്നെസ്സിൽ പരിഹരിക്കാനും അഡ്രസ്സ് ചെയ്യാനും നിൽക്കാനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാണ് ഇതുവരെ? ഉമ്മൻചാണ്ടി സാറ്, അച്യുതമേനോൻ നല്ല. ഓക്കെ, ഓപ്പോസിഷൻ ആണെങ്കിൽ ഇപ്പം ലാസ്റ്റ് നോക്കാം, VS അച്യുതാനന്ദൻ ഓർ പിണറായി വിജയൻ, ഇതിൽ ആരായിരിക്കും ഏറ്റവും നല്ല മുഖ്യമന്ത്രി? VS അച്യുതാനന്ദൻ തന്നെ. അങ്ങനെയല്ല, ഇപ്പോൾ ഒരു വിഷയങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ചർച്ച സീരിയസ് ആക്കരുതെന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ VS അച്യുതാനന്ദൻ എങ്ങനെ എന്തൊക്കെ ചെയ്താലും അവസാന ഘട്ടത്തിൽ പൊതുഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് കുട്ടികളെ കൊണ്ട് 100 ചോദ്യങ്ങളിൽ 95 ചോദ്യങ്ങൾക്കും ഉത്തരം പിണറായി വിജയനാണെന്നുള്ള ഒരു ക്വിസൊന്നും എന്തായാലും VS അച്യുതാനന്ദനോ ഇതിനു മുന്നുള്ള ഒരു മുഖ്യമന്ത്രിമാരും നടത്താൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് VS അച്യുതാനന്ദൻ, എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ജനങ്ങൾ അവരുടെ മരണച്ചടങ്ങിൽ അത് കൊടുക്കുകയും ചെയ്തത്. ആൻഡ് ഇനിയിപ്പം എന്താണ് പൊളിറ്റിക്കലി ഈ ഗ്രാഫ് എവിടെ എത്തിക്കണം? ആൻഡ് ഡ്രീം എന്താണ്? എൻ്റെ ചെറുപ്പം മുതൽ പൊളിറ്റിക്കൽ എനിക്ക് പേഴ്സണലി ടീച്ചിങ് ലെക്ചറർ കോളേജിൽ പഠിപ്പിക്കണം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. വളരെ ചെറുപ്പം മുതൽ ആർക്കിയോളജിസ്റ്റൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വന്നത്. UC കോളേജിൽ വന്നത്. പിന്നെ അതൊക്കെ മാറിപ്പോയി, കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ചാനലിൽ ഒരു KSUവിൻ്റെ ഒരു ലേഡി വൈസ് പ്രസിഡന്റിന് പണ്ട് കാലങ്ങളിൽ, അല്ലെങ്കിൽ SFIയുടെ ഒരു ലേഡി വൈസ് പ്രസിഡന്റിന്, അല്ലെങ്കിൽ MSFൻ്റെ ABVPയുടെയോ ഒരു ലേഡി ഭാരവാഹികൾക്ക് ഇത്രയും പ്രാധാന്യം കിട്ടിയിരുന്നില്ല. അപ്പം കാലഘട്ടം കൊണ്ടുവരുന്നതാണ്. കാലഘട്ടം കൊണ്ടുവരുന്നതിനോടുകൂടി തന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഞാനും കൂടുതൽ സ്പീഡിൽ ഓടി മുന്നേറണം എന്നാണ് കാലഘട്ടത്തിനോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകളുടെ പോരാട്ടവും അതിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് പല സാഹചര്യങ്ങളും ഇപ്പം സ്ത്രീകൾ അവരുടേതായ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടി, അവർ കീ പൊസിഷനുകളിൽ അവർ വോയിസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പബ്ലിക് സ്പേസ് മാറണം. അത് രാഷ്ട്രീയത്തിൽ ഇന്ന പോസ്റ്റായിട്ട് തെറ്റിദ്ധരിക്കരുത്. പബ്ലിക് സ്പേസ് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ ഈ പറയുന്ന സോഷ്യൽ സർവീസിൻ്റെ കൂടെ ആഗ്രഹത്തിൻ്റെ കൂടെ പവറും കൂടി ഉള്ളപ്പോൾ നമുക്ക് സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റും. നേരത്തെ ഇങ്ങനെ PT പറഞ്ഞ ഉപദേശം എന്ന് പറഞ്ഞാൽ അധികാരമുള്ളത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ആ പോസ്റ്റിൽ ഇരുന്നത് കൊണ്ട് എന്ത് മാജിക് സംഭവിച്ചു എന്ന് നാളെ മനസാക്ഷി ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ പറയാൻ പറ്റണം. അത് ആരായാലും. ഡിപ്ലോമാറ്റിക് റിപ്ലൈ. എനിക്കിഷ്ടായി ആ റിപ്ലൈ. ഒരാൾക്ക് ഇഷ്ടമായി, നല്ലതാ. നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ളവർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് മാപ്ര എന്നൊരു ലേബലിലാണ്. അങ്ങനെ ആന് അതിനോടൊരു മാധ്യമ പ്രവർത്തകരോട് ഇപ്പൊ പൊളിറ്റീഷ്യൻസിന് ചെറിയ തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന പോലെ എങ്ങാനും തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ മീഡിയന്റെ സ്പേസ് അത്ര കൂടിയിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി ഉണ്ടായിരുന്നു, അത് ഇന്നും ഉണ്ടായിരുന്നു. ഒപ്പോസിഷൻ അന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ പല രീതിയിൽ ഫ്യൂഡൽ ലോഡ്സ് അല്ലെങ്കിൽ പല ജോലി ചെയ്യുന്നവർ, കൊട്ടാരം ഉണ്ടാക്കുന്നവർ, നെയ്ത്തുകാർ, അതിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്കിതുണ്ട്. പക്ഷെ പണ്ടത്തെ ഈ ഭരണ സംവിധാനത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് 4th പില്ലർ
മീഡിയ എന്നുള്ള സാധനം. രാജാവിനെ പുകഴ്ത്തി പാടുന്നവർ പണ്ടുണ്ടായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീഡിയ എന്ന് പറയുന്നത് ഡെമോക്രസിക്ക് ശേഷമാണ്. ഐ മീൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്. അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവിടെ പല ഭരണാധികാരികളും ചില കാര്യങ്ങൾ ചെയ്യാത്തതും ഈ രാജ്യമായിട്ട് ഇരിക്കുന്നതിന് പോലും മീഡിയാസിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വലിയതാണ്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പരസ്പരം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുഞ്ഞി വിളിക്കും, കമ്മി വിളിക്കും, മാപ്ര വിളിക്കും. അത് ആ ഒരു എറഗൻസ് വരുമ്പോൾ ഉള്ള ഒരു പ്രയോഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മീഡിയയ്ക്ക് ഡിസിഷൻസിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ PM ശ്രീ വിഷയം റിപ്പോർട്ട് ഞങ്ങൾ KSUക്കാർ കുറേ സമരം ചെയ്താൽ പോലും ഈ സർക്കാർ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമായിരുന്നു. മീഡിയാസും കൂടിയും RSS അജണ്ടേനെ കുറച്ച് മീഡിയാസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത് അതിനെ ആക്സിലറേറ്റ് ചെയ്തു ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നിയമങ്ങൾ, എഴുതി വെച്ച നിയമങ്ങൾക്കപ്പുറം ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറവ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, പൊല്യൂഷൻ്റെ കാര്യത്തിലൊക്കെ കുറേ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉള്ളത് നിങ്ങളെ ഒരാൾ കാണുന്നുണ്ട്. നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശരിയാക്കി നടത്തുന്നത്. ഞാൻ മീഡിയയുടെ പ്രസൻസിനെ, മീഡിയയുടെ റെസ്പോൺസിബിലിറ്റീനെ അത്രയും ഗ്രേറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നതാണ് ഏറ്റവും വലിയൊരു സാധനമാണ് പൊളിറ്റിക്കൽ ഫീൽഡിലെ മീഡിയയുടെ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇത്. എറഗൻസ് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് പല പേരുകളും നിങ്ങൾ ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും